ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചീസി പാവ് ബണ്ണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോളം ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയാണ് ചെറിയ പീസായിട്ട് അരിയുന്നത്. അതിനായി ഞാനൊരു പാൻ വെച്ച് പാനിലേക്ക് ഞാൻ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക്, പിന്നെ ഞാൻ അല്പം കുരുമുളക് പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പെരി പെരി മസാല, പിന്നെ ചില്ലി ഫ്ലെക്സ്, ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് അരിഞ്ഞുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ഉടയുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണ്ട. ഇതേ കണ്ട പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പാവ് ബണ്ണ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് പാക്കറ്റിൽ നിന്ന് എല്ലാം എടുക്കാം. ഞാനിപ്പോൾ എല്ലാം പാക്കറ്റിൽ നിന്ന് ആക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് നടുക്കുന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒറ്റ ഒരെണ്ണമായിട്ട് എടുക്കണ്ട. ഒരു ബണ്ണ് കട്ട് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പാവ് ബണ്ണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് സിമ്മിലിട്ട് വേണം ഒന്ന് ഇളക്കാൻ, അല്ലെങ്കിൽ കട്ട കിട്ടും. കട്ട കിട്ടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ട കിട്ടാനേ പാടില്ല. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇതാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും ഒറിഗാനും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. കട്ട കിട്ടാൻ പാടില്ല, ഒരുപാട് കുറുകിപ്പോകാനും പാടില്ല. ഈ ഒരു പരുവാകണം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. അതിനായിട്ട് നമുക്ക് പാവ് ബണ്ണിലേക്ക് ആദ്യം തന്നെ വൈറ്റ് സോസ് ഒന്ന് ഒരു 2 ടീസ്പൂൺ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡാകുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് വൈറ്റ് സോസ് ഇതിൻ്റെ മേളിലേക്ക് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മൊസല്ല ചീസും കൂടെ മേളിൽ വെച്ച് കൊടുക്കുമ്പോൾ ചീസി പാവ് ബൺ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പാവ് ബണ്ണും കൂടെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പാവ് ബണ്ണും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവൺ ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. അതിനായിട്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നെടുത്താൽ മതി. നമ്മുടെ ആ മൊസല്ല ചീസൊന്ന് മെൽറ്റ് ചെയ്യേണ്ട ഒരു താമസം മതി. അപ്പോൾ ഇപ്പം ഞാൻ ഓവൺ ഉള്ളതുകൊണ്ട് ഓവണിൽ വെക്കുന്നത്. ഓവണിലേക്ക് ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് മൊസല്ല ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നതിൻ്റെ അത്രയും നേരെ വെക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മൊസല്ല ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീസി പാവ് ബൺ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പാത്തുമോക്ക് കൊടുക്കാം. അവൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.